പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് വന്ദനം ചെയ്യും. ചില സമയങ്ങൾ ചില വചനം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10, 11, 12 ഭാഗങ്ങൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്നിവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. അതെ, മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. പാപ ശരീരത്തിന് അധീനമായ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ സ്വയം രക്ഷിക്കുവാൻ, സ്വയം രക്ഷയുടെ അനുഭവത്തിലേക്ക് വീഴാൻ കഴിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഉന്നത സ്ഥാനമാനങ്ങൾ ഇരുന്നാലും, നിങ്ങൾക്ക് എത്ര പേര് പ്രശസ്തി ഉണ്ടായിരുന്നാലും, നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നാകര വാമി കോടീശ്വരനായി ജീവിച്ചാലും, നിങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ കറങ്ങി 7 ഭൂഖണ്ഡങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് രക്ഷ വാങ്ങാൻ കിട്ടത്തില്ല. ലോകത്തിലുള്ള ഏത് ഉന്നത മതത്തിൽ ചെന്നാൽ രക്ഷ കിട്ടത്തില്ല. ഒരു മത നേതാവിനും രക്ഷ നൽകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു സംഘടനയ്ക്ക്, ഒരു വാഗ്മിക്ക്, ഒരു പണ്ഡിതനോ, മാത്രമല്ല ഒരു ഒരു സയന്റിസ്റ്റ് പോലും രക്ഷ നൽകാൻ കഴിയത്തില്ല. രക്ഷ കമ്പോളത്തിൽ വാങ്ങുവാൻ കിട്ടുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളുടെ രക്ഷയ്ക്ക് ആധാരമായി, നിങ്ങളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഇന്ന് 2025 വർഷത്തിന് മുമ്പ് കാൽവരി കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കാൻ കഴിയും. കാരണം രക്ഷയുടെ ഉറവിടം യേശു മാത്രമാണ്. എല്ലാ മനുഷ്യരും പ്രകൃത്യാ ഭാവികളാണെന്ന് റോമലേഖനം 3:10, 11, 12 വാക്യങ്ങൾ വായിച്ചു. ഒന്നാമത്തെ പുരുഷനും ഒന്നാമത്തെ സ്ത്രീയും എന്ന് പറഞ്ഞാൽ ആദവും അവ്വയും പാപം ചെയ്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ ഓരോ പുരുഷനും സ്ത്രീയും കുട്ടികളും പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നവരാണ്. ആദവും അവ്വയും പാപം ചെയ്തതിലൂടെ അവർ ദൈവതേജസ് നഷ്ടപ്പെട്ടു. ദൈവതേജസ് നഷ്ടപ്പെട്ടവർ ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. അവർക്ക് പിന്നീടുണ്ടായിരിക്കുന്ന സകല സന്തതികളും പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നവരാണ്. അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ശാരീരിക മരണവും ആത്മീയ ഭരണവും ഉണ്ടെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. റോമലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഏക മനുഷ്യൻ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യനും പെരുകിയിരിക്കുന്നു, അഥവാ പരന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കാൻ കഴിയും. അതെ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിങ്ങൾ വെടിപ്പായി ശുദ്ധീകരണം പ്രാപിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. താങ്കൾക്കൊരു മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തരമുള്ള ജീവിതം താങ്കൾക്ക് ദൈവരാജ്യത്തിൽ ലഭിക്കണമെങ്കിൽ, രക്ഷയുടെ ഏക മാർഗമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ആദാമി വർഗത്തിന്റെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഒരുവൻ ഇന്നേക്ക് 2025 വർഷം മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി അവന്റെ ശരീരം വല്ലൊരു തകർക്കപ്പെട്ടു. കരിനും പണിയാൽ അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി തലയിൽ മുൾക്കിരീടം പിടിച്ച വിലാപ്പുറം കുത്തി തുറന്നു. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന യേശുവിന്റെ മാത്രമേ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സകല ആളുകളും പാപത്തിന് അധീനമായ ശരീരത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കാത്ത സകല ആളുകളും പാപത്തിന് അധീനരും ദുഷ്ടതയെ അനുസരിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരുമാണെന്ന് റോമാലേഖനം 6-ാം അധ്യായം 17 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തിന്റെ ശത്രുക്കളുമാണ്. ഹല്ലേലൂയ. നല്ല പ്രവൃത്തികൾ ചെയ്ത് നീതിയുള്ളവരാകാൻ അനേകർ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശരിയല്ലേ ശ്രോതാവി? നല്ല പ്രവൃത്തികൾ ചെയ്ത്, നീതി പ്രവൃത്തികൾ ചെയ്ത്, നന്മ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ നീ നീതീകരിക്കുക സ്വയം ആഗ്രഹിക്കുമ്പോൾ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നീതീകരിക്കാൻ കഴിയുകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ എന്നാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളുടെ സ്വയം പാപത്തെ മറയ്ക്കുവാൻ, നിങ്ങളുടെ സ്വയം പാപത്തെ നീക്കുവാൻ നിങ്ങൾ എന്ത് നീതി പ്രവർത്തി ചെയ്താലും അത് കറപുരണ്ട തുണി പോലെയാ. അതുകൊണ്ട് ഇത് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് ദൂത് പറയുന്നത്, നിന്റെ പാപത്തിന്റെ ഏക പരിഹാരം യേശു ക്രിസ്തു മാത്രമാണ്. എപ്പോൾ നീ യേശുവിനോട് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നു, എപ്പോൾ നിന്റെ പാപത്തെ നീ ഏറ്റുപറയുന്നു, ആ ക്ഷണത്തിൽ നീ ഏത് സാഹചര്യത്തിൽ, ഏത് സമയത്ത്, എവിടെ ഇരുന്ന് യേശുവിനോട് നിന്റെ ഹൃദയം കൊടുക്കുന്നു, നിന്റെ പാപത്തിന് പരിഹാരം
യേശു നൽകുക തന്നെ ചെയ്യും. സ്വയം നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല, സ്വയം രക്ഷിക്കാനും കഴിയത്തില്ല. ഒരു വ്യക്തികൾക്കും രക്ഷ കഴിയത്തില്ല. രക്ഷയുടെ ഉറവിടം യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 വായിക്കുന്ന, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ശ്രോതാവേ, ഞങ്ങൾ ഈ വചനം വർഷങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കത്തക്ക നിലയിൽ നിങ്ങളുടെ വീടിന്റെ ചുറ്റും പരിസരത്തും നിങ്ങൾ താമസിക്കുന്ന ഓരങ്ങളിലൊക്കെ വന്ന്, തെരുവോരങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാവോ? പാപിയായ മനുഷ്യ, നീ പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് പാപത്തിന് ശുദ്ധീകരണം വരുത്തി നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ചുകൊണ്ട് നീ മാറാതെ നിത്യരാജ്യത്തിൽ നിത്യമായ സ്വർഗത്തിൽ കാണണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദൈവവചനം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നിന്റെ അല്ലുരിയ ജീവിതത്തിന്റെ പാപത്തെ നീ ഏറ്റുപറയണം. സ്വയം രക്ഷ പ്രാപിപ്പാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ചിലർ പറയുന്നത് അവരവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന അത് വ്യർത്ഥമാണ്, നഷ്ടമായ പഠിപ്പിക്കലുകളാണ്, അതിൽ പ്രയോജനമില്ല, കഴമ്പില്ലാത്ത വാക്കുകളാണ്. രക്ഷയുടെ ഏക ആധാരം യേശുക്രിസ്തു മാത്രമാണ്. മനുഷ്യർക്ക് തങ്ങളുടെ ആഗ്രഹം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവൃത്തി കൊണ്ടും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. കാരണം അനുദിന ജീവിതത്തിൽ മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും പന്നശാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ചൂതാട്ടങ്ങൾക്കും ജഡികതയ്ക്കും വ്യഭിചാരത്തിനും പരസംഗത്തിനും അത്യാർത്ഥികൾക്കും ദുർവിചാരങ്ങൾക്കും ദുർമോഹങ്ങൾക്കും അതിനായി മനുഷ്യ ശരീരത്തിൽ പാപം കൂട്ടിക്കൊള്ളുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ കൂട്ടിക്കൊള്ളുന്ന പാപ സ്വഭാവത്തിൽ നീ ജീവിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. നിന്റെ ജീവിതം മുഴുവൻ കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും. അതായത് നിന്റെ പാപത്തിലേക്ക് വലിച്ചെടുച്ചുകൊണ്ട് സാത്താൻ പോകുമ്പോൾ, സാത്താൻ അവന്റെ തന്ത്രങ്ങൾ നിന്റെ മേൽ മരയുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ മടങ്ങി വന്ന് യേശുവിടെ രക്ഷ പ്രാപിക്കണം. രക്ഷയുടെ ഏക വാതിൽ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:31, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ പ്രമാണിയായിരുന്നാലും, ഇവിടുത്തെ എന്തിന്റെ പ്രമാണിയായിരുന്നാലും, നാട്ടുപ്രമാണിയായിരുന്നാലും, ആമേൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിടെ മാത്രമാണെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തോട് കൃപയും കരുണയും നീ പ്രാപിക്കണം. ദൈവത്തിന് അനുദമിച്ച് മടങ്ങി വരണം. തെറ്റുകൾ ഏറ്റുപറയണം. അത് മനുഷ്യനോടല്ല, തെറ്റുകൾ ഏറ്റുപറയുന്നത് പുരോഹിതനോടല്ല, തെറ്റുകൾ ഏറ്റുപറയുന്നത് ഒരു സംഘടനയോടല്ല, ഒരു മതത്തോടല്ല. നിന്റെ തെറ്റുകൾ ഏറ്റുപറയേണ്ടത് യേശുക്രിസ്തുവിനോട് മാത്രമായിരിക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിനോട് നിന്റെ തെറ്റുകൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ പാപത്തിന് പരിഹാരം യേശു വരുത്തും. എഫേസ്യ ലേഖനം 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങൾ അവരോട് കൂടി ഏർപ്പിച്ചതേ. ശ്രോതാവി, അതിക്രമത്തിലും പാപത്തിലും നിറയപ്പെട്ട നിന്റെ ജീവിത ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ആ അഴുക്കിനെ നീക്കിയെടുക്കണമെങ്കിൽ യേശുവിലേസ് വരണം. അതുകൊണ്ട് രക്ഷ യേശുക്രിസ്തുവിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഇന്ന് പകൽ ഈ വചനം എവിടെങ്കിലും നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്ന രക്ഷയുടെ ഉദ്ധാരകൻ, രക്ഷയുടെ കാരണക്കാരൻ യേശുവാണ്. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടതാണ് മനുഷ്യന്റെ അവസ്ഥ. മരണാനന്തരം നിത്യ നരകത്തിലേക്ക് പോകാതെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ യേശുവിന്റെ ഹൃദയം കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൂടിയ സകല ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിക്കുന്ന സകല ജനത്തിനും രക്ഷയ്ക്ക് ആധാരമായിരിക്കും യേശുക്രിസ്തുവിലൂടെ ആ രക്ഷ പ്രാപിച്ച് മാനസാന്തരം ദൈവസ്ഥലേക്ക് മടങ്ങി ഒരു വട്ടയാകണമേ. ജനത്തിന്റെ പാവങ്ങളെ ക്ഷമിച്ച് പൊറുക്കണം കർത്താവ്. ജനത്തിന് മനസ്സാന്തരം കൊടുക്കണം, വിടുതൽ കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം കർത്താവ് യേശുക്രിസ്തു വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.